എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ ഇപ്പൊ മയങ്ങിക്കിടന്ന കുട്ടപ്പനാവട്ടെ പതിയെ കണ്ണു തുറക്കും. അപ്പൊ അടുത്ത റൂമിൽ നിന്ന് ആരൊക്കെയോ പരസ്പരം വഴക്കിടുന്നതായിട്ട് കുട്ടപ്പ കേൾക്കും. അവൻ പതിയെ എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്ന് അടുത്ത റൂമിലേക്ക് നോക്കുമ്പോ അവിടെ കുറുനയും ആ ഒരു ചുന്ദരി പെണ്ണും ഇപ്പൊ എന്തൊക്കെയോ പറഞ്ഞ് തർക്കിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ചുന്ദരി പെണ്ണ് അവള് ദേഷ്യപ്പെട്ട് പറയും, എന്റെ ഇത്രയും നാളത്തെ ആഗ്രഹമാണ് വലിയൊരു നിഞ്ചയെ തീരണമെന്ന്. എന്റെ ആഗ്രഹം അതെനിക്ക് എങ്ങനെയെങ്കിലും നീ നിറവേറ്റി തരണമെന്ന് പറയുമ്പോ കുറേണേ ആവട്ടെ അവള് തുറന്നു പറയും, എന്നെ കൊണ്ട് ഒരിക്കലും അതിന് സാധിക്കില്ല. മാത്രമല്ല നിന്റെ എല്ലാ പവറും ഞാൻ ഇന്നത്തോടു കൂടെ സീല് ചെയ്ത് കളയാൻ പോവാണ്. അത് കേട്ട് കുട്ടപ്പൻ, അയ്യോ അവളുടെ പവർ അതെന്തിനാ ഇപ്പൊ സീൽ ചെയ്യുന്നതെന്നും പറഞ്ഞ് അവൻ ചെവി പൊത്തി ഇപ്പൊ ഓടാൻ തുടങ്ങും. കുട്ടപ്പൻ വീണ്ടും നിക്കറും പൊക്കി 100-110 ഓടുമ്പോ അവന് ചുറ്റും ഇപ്പൊ ടക് ടക് എന്നൊരു ശബ്ദം കേൾക്കും. അവൻ വീണ്ടും ഇപ്പൊ കണ്ണു തുറന്ന് നോക്കുമ്പോഴായിരിക്കും അവൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നതായിട്ട് കാണുക. അവന്റെ തൊട്ടു മുൻപിലായിട്ട് ഇപ്പൊ പാത്രത്തിൽ മുട്ടി നമ്മുടെ സാക്കുറയാണ് കുട്ടപ്പനെ എഴുന്നേൽപ്പിച്ചത്. ഞാനിപ്പോ എവിടെയാ, എന്നെ ആരാ തൂക്കിക്കൊണ്ടുവന്നേ, അവളുടെ പവർ അതെന്തിനാ സീൽ ചെയ്തേ, ഇങ്ങനെ എന്തൊക്കെയോ പറയും നമ്മുടെ പ്രാന്തം കുട്ടപ്പൻ. അത് കേട്ട് സാക്കുറ ടെൻഷനായിട്ട്, നിർത്തിനടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്, അവളെ കാണാൻ പോയി കാട്ടിലൂടെ എവിടേക്കോ ചെന്ന് വീണ് പരുക്ക് പറ്റി കിടന്ന് നിന്നെ ഞാനാണ് രക്ഷിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത്. എൻ്റെ അടുത്ത് തന്നെ നീ ഇപ്പോൾ വട്ട് കളിക്കാണോ എന്ന് ചോദിച്ച് സാക്കുറ ആവട്ടെ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അവൻ്റെ ചന്തയ്ക്ക് വെക്കാൻ നോക്കും. കുട്ടപ്പൻ അതുകൊണ്ട് നോ എന്ന് അലറിക്കാറി അവിടെ ഉണ്ടായിരുന്ന വിൻഡോ വഴി ചാടി പുറത്തേക്ക് ഓടും. കുട്ടപ്പനാവട്ടെ ഇപ്പൊ 100-110 കുറേണയുടെ വീടിന് മുൻപിലെത്തി ഡോറിൽ തട്ടിക്കൊണ്ടേയിരിക്കും. അവൻ എത്രയൊക്കെ തട്ടിയിട്ടും ഡോർ തുറക്കില്ല. മാത്രമല്ല ഡോറിന്റെ തൊട്ടടുത്തായിട്ട് ഇപ്പൊ മൈഗൈനെ കാണും. അതിന് മൈഗൈ കൃത്യമായിട്ട് അറിയില്ല അവളുടെ ഏതോ സുഖമില്ലാത്ത ഒരു ശിഷ്യയെ കാണാനായിട്ട് ഇപ്പൊ എവിടേക്കോ പോയിരിക്കുകയാണ്. അപ്പൊ കുട്ടപ്പന് മനസ്സിലാവും തീർച്ചയായിട്ടും അവൾ പോയിരിക്കുന്നത് ആ ഒരു ചുന്ദരി പെണ്ണിനെ കാണാനാണ്. എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ വീണ്ടും അവന്റെ ട്രൗസറും പൊക്കി ഇപ്പൊ ഓടാൻ തുടങ്ങും. കുട്ടപ്പൻ ഉടനെ ഇപ്പൊ കുറിനെ കണ്ടുപിടിക്കുന്നുണ്ട്. അവളുടെ അടുത്ത് നീ ഒരു കാരണവശാലും ഇവിടം വിട്ട് പോകരുതെന്ന് ഇപ്പൊ കുട്ടപ്പനാവട്ടെ അവൾക്കൊരു താക്കീത് കൊടുക്കും. അവൾക്ക് മനസ്സിലാവും കുട്ടപ്പൻ അവളെ തടയാൻ ശ്രമിക്കുകയാണെന്ന്. അവളിപ്പോ കുട്ടപ്പനെ തള്ളി മാറ്റി അവിടുന്ന് പോകാൻ ശ്രമിക്കുമ്പോ കുട്ടപ്പൻ പറയും, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, നീ ആ ചുന്ദരി പെണ്ണിന്റെ കൈക്ക് പിടിച്ച് അവളുടെ പവർ എല്ലാം തന്നെ സീല് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അത് കേട്ട് കുറിന ഞെട്ടും. അവളാവട്ടെ എങ്ങനെയെങ്കിലും കുട്ടപ്പനെ തട്ടി മാറ്റി ഇപ്പൊ അവിടുന്ന് പോകാനായിട്ട് വീണ്ടും ശ്രമിക്കും. കുട്ടപ്പൻ അവളെ പിടിച്ചിട്ട് പറയും, എന്നെ ഒരു ബ്രദറായിട്ട് കണക്കുകൂട്ടി ദയവ് ചെയ്ത് നീ പോകരുത്, കിബയും ഹിനട്ടയും എല്ലാവരും നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കുട്ടപ്പൻ ചോദിക്കും, നീ ഇപ്പൊ ക്വിറ്റ് ചെയ്യുന്നത് ആ ഒരു പെണ്ണിനെ പേടിച്ചാണോ? അപ്പോഴാണ് ഇപ്പൊ അവള് പറയാ, നീ കണ്ടതൊന്നും സ്വപ്നമല്ല, എൻ്റെ കൈ കൊണ്ട് സീലിംഗ് ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അവളുടെ പവർ എല്ലാം തന്നെ സീല് ചെയ്ത് കളഞ്ഞു. അവൾക്കും എന്നെ പോലെ തന്നെ ഗെൻജിപ്സുവില് വലിയൊരു മാസ്റ്റർ ആവണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ എൻ്റെ മുന്നിൽ വേറെ വഴിയില്ലാതെ എനിക്കത് ചെയ്യേണ്ടി വന്നു. മാത്രമല്ല സെക്ഷൻ 18-ലെ ഹെഡായിട്ട് നിൽക്കാനും എനിക്ക് യാതൊരു യോഗ്യതയില്ല. കൂടുതൽ കാര്യങ്ങൾ എന്നോട് ചോദിക്കരുത്, എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കുട്ടപ്പനാവട്ടെ എന്താണെന്ന് വെച്ചാൽ പറ, നീ തുറന്നു പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങും. അവളാവട്ടെ ഇപ്പൊ ഗെൻജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുട്ടപ്പനെ മരത്തെ കെട്ടിയിട്ട് ഹായായിട്ട് എസ്കേപ്പ് ആവും. കട്ട് ചെയ്ത ആ ഒരു ചുന്ദരിപ്പെണ്ണിനെ ഒളിപ്പിച്ചിരിക്കുന്ന ആ ഒരു ബിൽഡിങ്ങിന്റെ പുറത്ത് ഇപ്പൊ 2 പേര് മെഡിക്കൽ ടീംസിന്റെ വേഷത്തില് അങ്ങനെ മറിഞ്ഞു നിൽക്കും. പുറത്ത് ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ മെഡിക്കൽ ടീമിലെ ഒരു മെമ്പറും അൻബു ബ്ലാക്ക് കോപ്പും ഇപ്പൊ പുറത്തേക്ക് വരും. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ അവർ വലിയൊരു വള്ളിയിട്ട് ഇപ്പൊ 2 പേരെയും അങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കും. അപ്പൊ അവർ ലോക്കായി നിൽക്കുന്നത് കണ്ട നമ്മുടെ 3ാമത്തെ മെഡിക്കൽ നിഞ്ച ആവട്ടെ അവനൊരു പ്രാവിനെ പിടിച്ച് ഇപ്പൊ പെട്ടെന്ന് തന്നെ ഹൊക്കാഗയ്ക്ക് ദൂതയക്കും. അതേ സമയത്ത് തന്നെ വില്ലന്മാരാവട്ടെ അവനെയും കെട്ടിയിടും. ഇവിടെ ബിൽഡിങ്ങിനുള്ളില് നമ്മുടെ ചുന്ദരിപ്പെണ്ണാവട്ടെ ഇപ്പൊ ഹായ് ആയിട്ടിരുന്ന് ചിത്രം വരച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ 2 പേര് ഇപ്പൊ അവളുടെ തൊട്ടടുത്തേക്ക് വന്ന് അവളുടെ പേര് വിളിച്ച് നമുക്ക് പോകാന്ന് പറയും. ആക്ച്വലി അവർ 2 പേരും ഇവളുടെ സെയിം ക്ലാനാണ്. അതുകൊണ്ടാണ് ഇവളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇപ്പൊ ഇവിടേക്ക് വന്നത്. ഇപ്പൊ ലീഫ് വില്ലേജില് നമ്മുടെ സാക്കുറ ആവട്ടെ ആ ഒരു ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ ഒന്നൊന്നായിട്ട് ഇപ്പൊ അടുക്കി എടുത്തോണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ മെഡിക്കൽ നിഞ്ച അയച്ച ആ ഒരു പ്രാവ് ഇപ്പൊ കറക്റ്റായിട്ട് സാക്കുറയുടെ തലയിൽ അപ്പിയിട്ട് ആ ഒരു ലെറ്റർ ആവട്ടെ ഇപ്പൊ അവക്ക് കൊടുക്കും. അതേസമയം ഹൊക്കാകെ അവളുടെ ഓഫീസിലിരുന്ന് തല പുകഞ്ഞ് ഓരോ ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്.
സാക്കുറ ഓടി വന്ന് ഇപ്പൊ ആ ലെറ്റർ ഹൊക്കാഗയുടെ കൈ കൊടുക്കും. അത് കണ്ട് ഹൊക്കാഗെ ഇപ്പൊ നിലവിളിച്ചു പറയും, സാട്ടു ഹില്ലില് ഇപ്പൊ വലിയ പ്രശ്നമാണ്, എത്രയും പെട്ടെന്ന് ഷിനോ, മൈഗൈ അങ്ങനെ എല്ലാവരും ഇവിടേക്ക് വരാൻ പറയും. അവരെത്തിയ ഉടൻ തന്നെ ഇപ്പൊ ഹൊക്കാഗെ ആവട്ടെ ആ ഒരു ചുന്ദരി പെണ്ണിന്റെ ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുക്കും. ഇവള് കാരണമാണ് കുർണ അവളിപ്പോ ഗ്രാമം വിട്ടു പോയത്. ഇവള് മുറാമ ക്ലാനിലെ അവസാനത്തെ ഒരു മെമ്പറാണ്. ഇത്രയും നാളും ഇവരുടെ ക്ലാന് ലീഫ് വില്ലേജിന്റെ ഒരു നെഴല് പോലെ ജീവിച്ചു. ഇപ്പൊ ആ ഒരു ക്ലാനും ഇവളുടെ അച്ഛനും അമ്മയും എല്ലാവരും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവള് ഗെഞ്ചിപ്സുവില് ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ആരോ നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് ഇവളെ തട്ടിക്കൊണ്ടുപോയി. പണ്ട് തേർഡ് ഹൊക്കാഗെയാണ് ഇവളെ സംരക്ഷിക്കാനായിട്ട് ലീഫ് വില്ലേജിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കുർണയുടെ കയ്യിൽ ഏൽപ്പിച്ചത്. അവളുടെ പവർ അത് അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് അവളുടെ പവർ ഇപ്പൊ സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ പവർ പുറത്തു വന്നാൽ തീർച്ചയായിട്ടും അവൾ ഈ ലോകം തന്നെ തിരിച്ചു വെക്കും. ഇപ്പൊ ആ ഒരു പവറിന് വേണ്ടിയിട്ടാണ് അവളെ ആരൊക്കെയോ ചേർന്ന് ഇപ്പൊ തട്ടിക്കൊണ്ടുപോയത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അവളെ കണ്ടുപിടിക്കണമെന്ന് ഇപ്പൊ ഹൊക്കാഗെ പറയും. അത് കേട്ട് മൈഗൈ നമ്മൾ ഇപ്പൊ തന്നെ ഓടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ പിടിക്കാൻ കഴിയും. ദോണ്ടവൻ എന്നൊക്കെ പറഞ്ഞു മൈഗൈ ആവട്ടെ ഇപ്പൊ കാട്ടിലൂടെ മുൻപിലോടും. പുറകിൽ 100-110 ഓടിയ നമ്മുടെ സാക്കുറ ആവട്ടെ ഇപ്പൊ എന്തോ തട്ടി 10 താഴെ വീഴും. അവള് തിരിഞ്ഞു നോക്കുമ്പോ 2 കാലുകളായിരിക്കും അവള് കാണുക. ഇതേതവനാടാ തെണ്ടി എന്ന് ചോദിക്കുമ്പോഴായിരിക്കും അവിടെ ബോധം കെട്ട് കൂർക്കം വലിച്ചിറങ്ങുന്ന കുട്ടപ്പനെ സാക്കുറ കാണാം. അക്കമറുപെട്ട് ഓടി വന്ന് ജിബ്രാന്റെ മോന്തയ്ക്ക് തന്നെ ഒന്നിനു പോവും. പക്ഷെ നമ്മുടെ ആൾക്ക് യാതൊരു കുലുക്കവും ഉണ്ടാവില്ല. അപ്പൊ സാക്കുറയ്ക്ക് കാര്യം പിടികിട്ടും. അവൾ ഉടൻ തന്നെ ഗെഞ്ചിപ്സു ഉപയോഗിച്ചുകൊണ്ട് കുട്ടപ്പന്റെ ബോഡിയിലുള്ള ആ ഒരു ഗെഞ്ചിപ്സൂട്ടായി അത് അങ്ങനെ തന്നെ അഴിച്ചു കളയും. കുട്ടപ്പനാണെ പേടിച്ച് ചാടി എഴുന്നേക്കും. വേണ്ട എന്നെ ഒന്നും ചെയ്യണ്ട, നിങ്ങളൊക്കെ ആരാ എന്നൊക്കെ ചോദിച്ച് അവനിപ്പോ പിച്ചും പേയും പറയാൻ തുടങ്ങും. സാക്കുറയ്ക്ക് കലി കയറി ഇപ്പൊ കുട്ടപ്പന്റെ മോന്തയ്ക്ക് ഒരൊറ്റ അടി വെച്ചു കൊടുക്കും. അപ്പൊ ബോധം വരുമ്പോ കുട്ടപ്പൻ പറയും, കുർണ അവൾ എന്നെ ലോക്ക് ചെയ്ത് ഇപ്പൊ ആ ഒരു ചുന്ദരി പെണ്ണിന്റെ അടുത്തേക്ക് ഒറ്റയ്ക്ക് പോയി. അപ്പൊ മൈഗൈക്ക് മനസ്സിലാവും അവളിപ്പോ ഒറ്റയ്ക്കാണ് പോയത്. തീർച്ചയായിട്ടും ആ ഒരു ചുന്ദരി പെണ്ണിന്റെ ക്ലാനിലുള്ള ഒരുപാട് പേര് ഇപ്പൊ കോട്ട വളഞ്ഞിരിക്കുകയാണ്. കുറേണ ഒറ്റയ്ക്ക് അവിടേക്ക് പോയാ അത് തീർച്ചയായിട്ടും വലിയ അപകടമാണെന്ന് പറഞ്ഞ് ഇപ്പൊ മൈഗൈ ആവട്ടെ അവിടേക്ക് ഓടാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇപ്പൊ കുറേണ ആ ഒരു കോട്ടയുടെ തൊട്ടടുത്തെത്തും. അവക്ക് മനസ്സിലാവും കോട്ടയ്ക്കടുത്ത് ഇപ്പൊ ആരൊക്കെ ഉണ്ടെന്ന്. അവൾ ഒറ്റയ്ക്ക് അവിടെ വന്നതില് അവൾക്കിപ്പോ ഒരുപാട് വിഷമം തോന്നും. പക്ഷെ കുർണയ്ക്ക് മനസ്സിലാവും അവിടേക്ക് വന്നവർക്ക് ആവശ്യം ആ ഒരു ചുന്ദരി പെണ്ണിനെയാണ്. അവളെ എങ്ങനെയെങ്കിലും ഞാൻ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവൾ മുൻപോട്ട് ഓടുമ്പോ അവര് കറക്റ്റായിട്ട് അവളെയും ആ ഒരു വള്ളി ഉപയോഗിച്ച് അങ്ങനെ കെട്ടിയിടും. അപ്പോ ഒരു മൊട്ടത്തലയൻ ഇപ്പൊ ചെടിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ അവളാവട്ടെ കാഷ്വലായിട്ട് അവളുടെ ബോഡിയിൽ കെട്ടിയിട്ട ആ ഒരു വള്ളി എല്ലാം തന്നെ തൂത്തെറിഞ്ഞ് അവനെ ലോക്ക് ചെയ്ത് ഒരു മൂലക്കിട്ട് ഇപ്പൊ അകത്തേക്ക് കയറി ചെല്ലും. അവള് പതിയെ ആ ചുന്ദരി പെണ്ണിരുന്ന റൂമിലേക്ക് കയറി ചെല്ലുമ്പോ അവള് കാണും 2 പേരെ ഗെഞ്ചിപ്സ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ലോക്ക് ചെയ്ത് വെച്ചതായിട്ട്. അത് മറ്റാരുമല്ല, എപ്പിസോഡിന്റെ തുടക്കത്തില് ആ ഒരു ചുന്ദരി പെണ്ണിന്റെ അടുത്തേക്ക് വന്ന ആ 2 ആൾക്കാരാണ്. കുറേണ ആവട്ടെ ഇപ്പൊ ആ ചുന്ദരി പെണ്ണിന്റെ പേര് വിളിക്കുമ്പോ അവൾ അവിടെ എവിടെയോ ഇരുന്ന് കരയുന്നതായിട്ട് നമ്മുടെ കുറേണ കേൾക്കും. അവൾ വീണ്ടും ചുന്ദരി പെണ്ണിനെ വിളിക്കുമ്പോ അവള് വരച്ചു വെച്ച ചിത്രങ്ങളെല്ലാം തന്നെ ഇപ്പൊ താഴേക്ക് വീഴും. അതിൽ കുറേണയുടെ നെഞ്ചില് കത്തി കയറുന്ന ഒരു ചിത്രത്തിന്റെ പിന്നില് അവളിരുന്ന് കരയുന്നത് കണ്ടിട്ട് കുറേണ ഓടിച്ചെന്ന് അവളെ ഇപ്പൊ കെട്ടിപ്പിടിക്കും. പക്ഷെ ആ ഒരു ചുന്ദരി പെണ്ണ് അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് ഇപ്പൊ ടെററായിട്ടൊന്ന് ചിരിക്കും. കട്ട് ചെയ്താ ഇപ്പൊ അതേ സമയം കുറേണ മയക്കിയിട്ട ആ ഒരു തടിയനെ ഏതോ ഒരാൾ വന്ന് കറക്റ്റായിട്ട് എഴുന്നേപ്പിച്ചു വിടും. കറക്റ്റായിട്ട് ഗെഞ്ചിപ്സു ലോക്ക് അഴിച്ച് അവനെ റെഡിയാക്കും. അപ്പൊ ആ ഒരു അപ്പാപ്പൻ ഇപ്പൊ ബാക്കിയുള്ള വില്ലന്മാരോട് പറയും, ഇത്ര നേരമായിട്ടും ചുന്ദരി പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയവര് 2 പേരും ഇപ്പൊ തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളും ഇപ്പൊ അകത്തേക്ക് പോകാനായിട്ട് സമയമായെന്ന് പറയുന്ന അതേ നിമിഷം തന്നെ നമ്മുടെ ആൾക്കാര് ലോങ് ഷോട്ടിൽ നിന്ന് ഇപ്പൊ ഓടി വരുന്നതായിട്ട് കാണും. നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും കുറേണ അവളിപ്പോ പെട്ടുപോയിരിക്കുകയാണെന്ന്. കമോൺ ഓടിവായോ, എത്രയും പെട്ടെന്ന് നമുക്ക് അവളെ രക്ഷിക്കണമെന്ന് മൈഗൈ വിളിച്ചു കൂവുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.